നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സേന വളരെയധികം ജാഗ്രതയിലാണ്. സുരക്ഷാ സേന മാത്രമല്ല, കേന്ദ്രത്തിന്റെ നിരീക്ഷണം മൊത്തം ജമ്മുവിലുടനീളമുണ്ട്. വിവിധ മേഖലകളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ സേനയെ ഞെട്ടിച്ചു കളഞ്ഞ സംഭവമാണ് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഉണ്ടായത്. ഡോഡ ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ AK-47 തോക്കുമായി ഒരാൾ കടന്നു കളഞ്ഞിരിക്കുകയാണ്. ഇയാൾക്കായി വൻ തിരച്ചിൽ മേഖലയിൽ നടത്തുകയാണ്. ഇയാൾ ഭീകരനാണോ എന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ല. സംഭവത്തിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവരം ലഭിച്ചയുടൻ പോലീസ് ഇയാളെ കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. ജമ്മു കാശ്മീർ നിരവധി ഭീകരാക്രമണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സമയത്താണ് ഈ സംഭവം എന്നതും ഗൗരവമായി കാണേണ്ട ഒന്നാണ്. അതിനിടെ കശ്മീരിലെ ഡോഡ ജില്ലയിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ ചോദ്യം ചെയ്യാനായി ചൊവ്വാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിരുന്നു. ജില്ലയുടെ ഉയർന്ന മേഖലകളിൽ ഭീകര സംഘം ഉണ്ടെന്നാണ് അധികൃതർ കരുതുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജമ്മു കാശ്മീരിലെ റിയാസി, കത്വ, ഡോഡ ജില്ലകളിലെ 4 സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 9 തീർത്ഥാടകരും ഒരു CRPF ജവാനും കൊല്ലപ്പെടുകയും 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പാകിസ്ഥാൻ ഭീകരരും കൊല്ലപ്പെട്ടു. ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു. ദക്ഷിണ കശ്മീർ ഹിമാലയത്തിലെ അമർനാഥിലെ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനത്തിന് തുടക്കമാകുന്നതിന് മുന്നോടിയായാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ജൂൺ 29 ആരംഭിക്കുന്ന തീർത്ഥാടനം ഓഗസ്റ്റ് 19 വരെ തുടരും. അമർനാഥ് തീർത്ഥാടകർ ജമ്മു കാശ്മീരിലെ ബൽതാൽ, അതുപോലെ പഹൽഗാം എന്നീ 2 റൂട്ടുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 4.28 ലക്ഷത്തിലധികം ആളുകൾ ഗുഹാക്ഷേത്രം സന്ദർശിച്ചതായും ഇത്തവണ അത് 5 ലക്ഷമായി ഉയരുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. എല്ലാ തീർത്ഥാടകർക്കും RFID കാർഡുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൂടെ അവരുടെ തത്സമയ ലൊക്കേഷൻ കണ്ടെത്താനും എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും കഴിയും. എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീർത്ഥാടന ബേസ് ക്യാമ്പിലേക്കുള്ള റൂട്ടിൽ സുഗമമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും എല്ലാ തീർത്ഥാടകരുടെയും ശരിയായ സുരക്ഷ ഒരുക്കുന്നതിനും കേന്ദ്രം ഊന്നൽ നൽകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.